ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള അസാധ്യ ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഗ്രേവി അടിപൊളിയാണ്. അപ്പോൾ നല്ല ഗ്രീൻ കളറിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് വേഗം നോക്കിയിട്ട് വരാം. എളുപ്പമാണ് കേട്ടോ ചെയ്യാനും, ഒത്തിരി പണിയൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മാരിനേഷനുള്ള സംഭവം റെഡിയാക്കാം. ഞാനിവിടെ ഒരു 8 ബദാമും 8 അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ഇനി ബദാം ഒരു രക്ഷയില്ല കിട്ടാനെന്നുള്ളവർ അണ്ടിപ്പരിപ്പ് മാത്രം വെച്ച് ചെയ്താലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പകരം ഇഞ്ചിയും വെളുത്തുള്ളി ഡയറക്റ്റ് ചേർത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷായിട്ട് കിട്ടണം. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരപ്പിടി അല്ലെങ്കിൽ 1/2 കപ്പ് പുതിന ഇല ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും പുതിന ഇലയും ചേർക്കുന്നു വിചാരിച്ച് അതിൻ്റെ കുത്തുന്ന ഒരു ഫ്ലേവറും ഉണ്ടാവില്ല. അത് ഇഷ്ടമല്ലാത്തവർക്ക് പോലും അടിപൊളിയായിട്ട് ഇത് ഇഷ്ടമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോഴത്തേ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയോ തരിയോ ഒന്നുമില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5 ടേബിൾ സ്പൂൺ തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ നോക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തൈരും അതുപോലെ തന്നെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ മസാലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മല്ലിയിലൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഇത് ഇഷ്ടമാവില്ല എന്ന് വിചാരിക്കരുത്. കാരണം ഇവിടെ ഹസ്സാണെങ്കിലും മല്ലിയില പുതിനയില ഒന്നും കഴിക്കുന്ന ആളല്ല. പക്ഷേ ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ച് പറയണത്. പിന്നെ ഇതിലേക്ക് ഞാനിത് ഒരു 1/4 ടീസ്പൂണിൽ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു പകുതി നാരങ്ങ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. നല്ലപോലെ ഒന്ന് ചിക്കനിലൊക്കെ പിടിച്ച് കിട്ടണം. ചിക്കൻ ഒരു കറിക്കട്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് വലിയ പീസ് വേണ്ട. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ 1-2 മണിക്കൂർ വെച്ചോളൂ. ഒട്ടും പറ്റില്ലെങ്കിൽ 1/2 മണിക്കൂർ എന്തായാലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നമ്മളിത് ഒരു പാനിൽ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് നമ്മൾ 3 സവാള ഇതുപോലെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനിട്ട് നമ്മൾ ബിരിയാണിക്ക് ഫ്രൈ ചെയ്യില്ലേ അതുപോലെ തന്നെ വേണം ഫ്രൈ ചെയ്യാൻ. നല്ല ഡാർക്കായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണം. അത് കാരണം അത് പൊടിച്ച് എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 3 മീഡിയം സൈസുള്ള സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. അപ്പോൾ ഇത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും പോരാ. നന്നായിട്ട് ഫ്രൈ ആയാലേ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന ആ പാകമാണ്. എല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഇതിൽ നമ്മൾ ഈ സവാളയൊക്കെ പൊടിച്ച് ചേർക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇനി നമ്മൾ അതേ എണ്ണയിൽ തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ്റെ മസാല മുഴുവൻ ഇട്ട് കൊടുക്കേണ്ട. ചിക്കൻ മാത്രമായിട്ടൊന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കാരണം ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് ഇട്ടിട്ട് നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഒരു സൈഡ് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡ് റെഡിയായി എന്ന് തോന്നുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത്രയും നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വേഗം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇലകളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടി പോരുത് കേട്ടോ. 1/2 കിലോ ചിക്കന് നമുക്ക് ഈ ഒരു അളവാണ്. നിങ്ങളഥവാ ചിക്കൻ കുറച്ച് എടുക്കുന്നുള്ളൂവെങ്കിൽ ഇലകളുടെ അളവൊക്കെ കുറയ്ക്കുക. അതുപോലെ ചിക്കൻ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുകയും വേണം. അപ്പോൾ 2 സൈഡും ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 4 ഏലക്ക, 2 കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് എണ്ണയിൽ ഇട്ട് കൊടുത്താലും മതി. ഞാൻ അപ്പം ഇടാത്തതുകൊണ്ട് ഇപ്പം ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അതോട് ചേർത്തിട്ട് നമുക്കിനി നന്നായിട്ട് ചിക്കൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് ആദ്യം തന്നെ ഫ്രൈ ചെയ്താൽ ചിക്കൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ ഫ്ലേവർ ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ മസാല ചേർത്തിട്ടില്ല, ചിക്കൻ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ മസാല ഇതിനകത്തോട്ട് ഇനി ബാക്കി ചേർത്ത് കൊടുക്കണം.
അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന മസാല മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ഓയിൽ കുറച്ച് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഓയിൽ എടുത്ത് മാറ്റാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഊറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഓയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം നമ്മൾ കുറച്ച് ഓയിൽ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് ആ ഓയിൽ തന്നെയാണ് ചിക്കൻ പൊരിച്ചിട്ടുള്ളത്. അപ്പോൾ എണ്ണ വേണമെങ്കിൽ കളയാം, നിർബന്ധമില്ല. കാരണം നമ്മൾ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ അത്രയും കഴിക്കാത്തവരാണെങ്കിൽ ഇത്തിരി നേരത്ത് കളഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചെടുത്തുകൊണ്ടാണ് പച്ച കളർ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അതിന് ശേഷമാണ് നമ്മളൊന്ന് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 2 പിടി സവാള ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടിയിട്ട് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലാതെ മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ വെച്ച് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. നല്ല ഫ്രൈ ആയിട്ട് ഇരിക്കണമല്ലേ. അപ്പോൾ നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പകുതി നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ചേർക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ഇച്ചിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തുറന്ന് വെച്ച് ഇതൊന്ന് ചെറുതായിട്ട് കുറുകുമ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. ഇത് അത്യാവശ്യം നല്ല കുറുകിയിട്ടാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതോടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പഠിച്ചോണ്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയാണ് കഴിക്കാൻ. എന്തായാലും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇനി ഇത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ചും കൂടെ സവാള ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടെങ്കിൽ അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ മുഴുവനും ചേർക്കുന്നുണ്ട്, കാരണം നല്ല ഫ്ലേവറാണ് അതിങ്ങനെ കടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഈ ഒരു ഗ്രേവിയിൽ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗ്രേവി വേണം. പിന്നെ നമ്മൾ ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടി അതങ്ങ് വറ്റിപ്പോവും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പൊറോട്ട, അതുപോലെ തന്നെ ബട്ടർ നാൻ, ചപ്പാത്തി അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.